ഹായ് ഫ്രണ്ട്സ്, ഇത് ആലുവ എന്നൊരു രഘുനാഥൻ സാറ് കൊടുത്തു വിട്ടതാണ് ഈ ചേട്ടൻ്റെ കയ്യിൽ. ചേട്ടൻ്റെ പേരെന്നാ? സിറാജിൻ്റെ കയ്യിൽ രഘുനാഥൻ സാറ് കൊടുത്തു വിട്ടതാണ് ഈ റേഡിയോ. പുത്തം പോലെ ഇരിക്കുന്ന ഈ റേഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. സോണിയുടെ പുത്തം പോലെ ഇരിക്കുന്ന റേഡിയോ. ഈ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇയർഫോൺ വെച്ച് ഈ റേഡിയോ ഞാനിപ്പോൾ കേൾക്കുമായിരുന്നു ഇത്ര നേരം. ഇത് പിന്നെ ഷോർട്ട് വേവ്, മീഡിയം വേവ്, പിന്നെ FM എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, എൻ്റെ മൈക്കിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മൈക്കിൽ കേട്ടതുണ്ട് റേഡിയോ കേട്ടല്ലോ. ഒന്നും കേൾപ്പിക്കുന്നില്ല. ഇത് റേഡിയോ ആണ്, ഹെഡ്ഫോൺ വഴി. ഇത് സ്റ്റീരിയോ ആണ് ഈ റേഡിയോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 12 ബാൻഡുണ്ട്. 12 ബാൻഡ്, FM, SW, മീഡിയം വേവ്, ലോക്ക് വേവ്, റിസീവർ, ICF, SW11 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. കണ്ടോ, പാട്ട് കേൾക്കാമല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇത് എത്രയോ വർഷം പഴയതാണ്. ഇത് ഇപ്പോഴും നല്ല വർക്കിങ്ങാണ്, നല്ല ഓളിയുമാണ്. അപ്പോൾ സ്റ്റീരിയോ ആയതുകൊണ്ട് ഇയർഫോൺ വെച്ച് കേൾക്കാൻ നല്ല ശേലമുണ്ട്. നല്ല സാധനമാണ്, വളരെ ക്യൂട്ടാണ്. 2 ബാറ്ററി ഇട്ടാൽ മതി. ഈ സ്പീക്കർ പോയതാണ് ഇതിൻ്റെ, ഈ ചെറിയ സ്പീക്കർ. ഇത് ആർക്കിടെങ്കിലും കയ്യിൽ ഈ സ്പീക്കർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പഴയ കടകളിലൊക്കെ ഈ സ്പീക്കർ കാണും, അറിയാവുന്നവർക്കറിയാം. ഇത് പോക്കറ്റ് റേഡിയോ സ്പീക്കർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇങ്ങനെ പല ക്വാളിറ്റി ഇമ്പോർട്ട് ചെയ്തൊക്കെ പണ്ട് വന്നതൊക്കെ പല കടകളിൽ ഇരിപ്പുണ്ട്. ഏതെങ്കിലും കടയിൽ ഇരിപ്പുണ്ടേ ഒന്നും തന്നാൽ ഞാൻ എടുത്തോളാം. പറയുന്ന വില തരാം. സാറിന് കൊടുക്കാനാണ്. ഇപ്പോൾ റണ്ണിങ് ആണ് ഇത്. എല്ലാ കാര്യവും ഫുൾ വർക്കിംഗ് ആണ്. ഇതുപോലെ പൊന്നുപോലെ സാറ് സൂക്ഷിച്ച് വെച്ച സാധനമാണെന്ന് എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് പൊന്നുപോലെ നോക്കി എല്ലാം പഴയ പോലെ തന്നെ ആക്കി അടച്ചു കൊടുത്തു വിടുകയാണ്. സ്പീക്കർ ഇല്ലെങ്കിലും ഇതുപോലെ ഒരു ഹെഡ്ഫോൺ വെച്ച് സാറിന് ഈ സാധനം യൂസ് ചെയ്യാം. അതാണ് 2 ബാറ്ററി, 2 പെൻടോർച്ചിൻ്റെ ബാറ്ററി ഇട്ടാൽ മതി. കഴിവതും സാറിനോട് പറയണം, പെൻടോർച്ചിൻ്റെ ബാറ്ററി ഇടുമ്പോൾ ആൽക്കലൈൻ ബാറ്ററി മേടിച്ചിടാൻ പറയണം. അപ്പോൾ ഇനി അഥവാ സാർ ആ ബാറ്ററി ഉപയോഗിച്ചില്ലെങ്കിലും അതവിടെ കിടന്ന് പൊട്ടി ഒലിക്കില്ല. അതാണ് ആൽക്കലൈൻ ബാറ്ററിയുടെ പ്രത്യേകത. നമ്മുടെ AC-യിൽ റിമോട്ടുകൾ, നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാത്ത എല്ലാ റിമോട്ടുകൾക്കും ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഈ AC ഒക്കെ ആകുമ്പോൾ ഒരു സീസണിൽ മാത്രം നമ്മൾ AC ഉപയോഗിക്കുന്നത്. അപ്പോൾ സീസണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 6 മാസം കഴിഞ്ഞായിരിക്കും JC റിമോട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത്. അന്നേരത്തേക്ക് മിക്കവാറും ഈ ബാറ്ററി പൊട്ടി ഒലിച്ച് ഇത് കൂട്ട് ബാറ്ററി. ഇതും പാനാസോണിക്കിൻ്റെ ബാറ്ററി തന്നെ, പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതുപോലത്തെ ആൽക്കലൈൻ ബാറ്ററി എടുത്ത് യൂസ് ചെയ്യുക. ഈ ബാറ്ററിയുടെ പ്രത്യേകത 10 years ലീക്ക് പ്രൂഫാണ്. അതായത് 10 വർഷത്തേന് ഈ ബാറ്ററി റിമോട്ടിനകത്ത് കിടന്നാൽ പൊട്ടി ഒലിക്കുകയില്ല എന്നാണ് പാനാസോണിക് സർട്ടിഫൈ ചെയ്യുന്നത്. ദ ബാറ്ററി കിങ് ആണ്. അതുപോലെ തന്നെ ഈ 20 ഇരട്ടി, അതായത് ഇത് കൂട്ടി 20 ബാറ്ററി മാറേണ്ട സമയത്ത് ഇതൊരു ബാറ്ററി ഇട്ടാൽ മതി. ഇതിന് വെറും 45 രൂപയും മറ്റേതിന് വെറും 16 രൂപയും. അല്ല എന്നോർത്ത് ഭയങ്കര വിലയൊന്നുമില്ല, 45 രൂപയുള്ളൂ. ഞാൻ കഴിയുന്ന ആൾക്കാരോട് ഇത് ഇടാനാണ്